നമസ്കാരം. പ്രൈം ടൈം ബ്രേക്കിംഗിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കണ്ണൂർ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ചികിത്സാ പിഴവെന്ന പരാതി ഉയരുന്നു. ജനിച്ചുടൻ വാക്സിൻ എടുത്ത കുഞ്ഞിന്റെ തുടയിൽ നിന്ന് ഇഞ്ചക്ഷൻ ചെയ്യാൻ ഉപയോഗിച്ച സൂചി കണ്ടെത്തി. മറ്റൊരു ആശുപത്രിയിലെ ചികിത്സയ്ക്കിടെയാണ് ഈ സൂചി കണ്ടെത്തിയത്. കണ്ണൂർ പെരിങ്ങോത്തെ ശ്രീജു രേവതി ദമ്പതികളുടെ കുഞ്ഞിനാണ് ദിവസങ്ങളോളം വേദന അനുഭവിക്കേണ്ടി വന്നത്. സംഭവത്തിൽ ആരോഗ്യവകുപ്പിന്റെ അന്വേഷണം തുടങ്ങി. തീർച്ചയായും എത്ര ദിവസമായി കുഞ്ഞ് ഉറങ്ങൂല രാത്രി വേദന എടുത്തിട്ട്. അപ്പോൾ ഇന്നലെ അവിടെ പോയിട്ട് സൂചി എടുത്താൽ പിന്നെയാണ് കുഞ്ഞൊന്ന് ഉറങ്ങാൻ തുടങ്ങിയത്. അപ്പോൾ അതിന് ആശുപത്രി അപ്പോൾ അവിടെ നിന്ന് പഴുപ്പ് വരുന്നുണ്ടായിരുന്നു. അത് കാണിക്കാൻ വേണ്ടിയിട്ട് അവിടെ പോയത്. അപ്പോൾ അവർ അവിടുന്ന് കാഷ്വാലിറ്റി എന്ന സിസ്റ്റർമാർ അതൊന്ന് ക്ലീൻ ആക്കുമ്പോൾ തന്നെ അതിനകത്ത് നീടിൻ്റെ തല പുറത്തേക്ക് കണ്ടു. അത് പിന്നെ അവർ വലിച്ചെടുക്കുക ചെയ്തത്. 2 ഇഞ്ചക്ഷൻ എടുത്തു. ജനിച്ചിട്ട് 24 മണിക്കൂറിനുള്ളിൽ എടുക്കേണ്ട ഇഞ്ചക്ഷൻ പിന്നെ അവിടുന്ന് അവർ തന്നെ എടുത്തത്. പിന്നെ അവിടെ പെരിയാരത്ത് വാക്സിനേഷൻ റൂമിൽ കൊണ്ടുപോയിട്ട് അവരെ സിസ്റ്റർമാരെ തന്നെ കുഞ്ഞിൻ്റെ അടുത്തിട്ട് പോയിട്ട് അവർ തന്നെ ഇഞ്ചക്ഷൻ വെച്ചത്. അപ്പോൾ അവിടുന്ന് അവർ പറഞ്ഞു ഇഞ്ചക്ഷൻ വെച്ചാൽ പഴുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ചോദിച്ചാൽ അതിൻ്റെ പഴുപ്പാന്ന് വിചാരിച്ചിട്ട് ആദ്യത്തെ 14 ദിവസം കാര്യമാക്കിയില്ല. പിന്നെ 14 ദിവസം കഴിഞ്ഞിട്ട് അവിടെ തന്നെ പോയിട്ട് കാണിച്ചു. അന്നേരം അവരും പറഞ്ഞില്ല. അത് നമ്മൾ അന്വേഷിച്ച് പറയാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ ഇതിൻ്റെ ഒരു ഇനീഷ്യൽ സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ വന്നതാണ് കേട്ടോ. കമ്മിറ്റി ഫോം ചെയ്തിട്ടുണ്ട്. ഇന്നലെ തന്നെ ഫോം ചെയ്തിട്ടുണ്ട്. 4 ആളുണ്ടാവും. അരുൺ പൂപ്പറമ്പയുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ കണ്ണൂരിൽ നിന്ന്. അരുൺ, ഇത് നവജാത ശിശുവിന്റെ തുടയിലാണ് ഇത്തരത്തിൽ സൂചി. അത് ആ സമയത്ത് എടുത്ത കുത്തിവയ്പ്പാണ്. ആ സൂചിയാണ് അവിടെ പെട്ടുപോയത്. മറ്റൊരാശുപത്രിയിലെ ചികിത്സയ്ക്കിടെയാണല്ലോ ഇത് കണ്ടെത്തിയത്. എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങൾ അരുൺ? ഉന്മേഷ്, കഴിഞ്ഞ മാസം 24-ാം തീയതിയാണ് പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പെരിങ്ങോം സ്വദേശിയായിട്ടുള്ള രേവതിയുടെ പ്രസവം നടന്നത്. അതിനുശേഷം ഇപ്പോൾ ആ പിതാവ് സൂചിപ്പിച്ചതുപോലെ 24 മണിക്കൂറിനിടെ എടുക്കേണ്ട 2 വാക്സിൻ ഇഞ്ചക്ഷനുകളുണ്ട്. അത് ഈ കുഞ്ഞിന് നൽകിയിരുന്നു. അതിനുശേഷം ഇവർ 25-ാം തീയതി ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജായി വീട്ടിലേക്ക് പോയി. ഈ 3 ദിവസത്തിന് ശേഷം ഈ കുട്ടിയുടെ ഈ കുഞ്ഞിൻ്റെ കാലിൻ്റെ തുടയിലാണ് ഇഞ്ചക്ഷൻ എടുത്തത്. അവിടെ ഈ പഴുത്ത രൂപപ്പെട്ടതിനെ തുടർന്നാണ് വീണ്ടും ആശുപത്രിയിലേക്ക് പോയത്. കുഞ്ഞിന് വേദനയുണ്ട്, കുഞ്ഞ് കരയാൻ തുടങ്ങി. അങ്ങനെയാണ് വീണ്ടും മെഡിക്കൽ കോളേജിലേക്ക് തന്നെ പോയത്. അപ്പോൾ അവിടെ നിന്ന് ലഭിച്ച മറുപടി ഇത് ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു പഴുപ്പാണ്, അത് മാറിക്കോളും എന്നതാണ് ആശുപത്രിയിൽ നിന്ന് പറഞ്ഞത്. അതിനുശേഷം 14 ദിവസത്തിന് ശേഷം ഈ പഴുപ്പ് മാറുന്നില്ല, കുഞ്ഞിന് കൂടുതൽ അസ്വസ്ഥത ഉണ്ടാകുന്നു, രാത്രിയിലും ഉറങ്ങാതെ കരയുന്നു, വേദന എടുക്കുന്നു എന്ന് അനുഭവപ്പെട്ടു എന്ന് ഇവർ രക്ഷിതാക്കൾ പറയുന്നുണ്ട്. അതിനുശേഷം വീണ്ടും മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നു. മെഡിക്കൽ കോളേജിൽ നിന്ന് അപ്പോഴും ലഭിക്കുന്ന മറുപടി അത് സ്വാഭാവികമായി ഉണ്ടാകുന്നതാണ്, അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഒരു പരിശോധന അവരുടെ ഭാഗത്തുനിന്നുണ്ടായില്ല. കുഞ്ഞ് തുടർച്ചയായി ഇത്തരത്തിൽ അസ്വസ്ഥത പ്രകടിപ്പിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് പയ്യന്നൂരിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ഇന്നലെ ഈ രക്ഷിതാക്കൾ കുഞ്ഞുമായി പോയത്. അവിടെ നിന്ന് പരിശോധിച്ചപ്പോൾ അവിടെ ഈ പഴുപ്പ് എടുത്തു മാറ്റാൻ ശ്രമിച്ചപ്പോഴാണ് അവിടെ ഇത്തരത്തിൽ സൂചി ഇഞ്ചക്ഷൻ ഉപയോഗിച്ച ഈ സൂചി ഈ തുടയിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ളതിൻ്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ നിലവിൽ എന്തായാലും പുറത്തു വന്നിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ ഈ രക്ഷിതാക്കൾ ഗുരുതരമായിട്ടുള്ള പരാതി ഇപ്പോൾ ഉന്നയിച്ചിട്ടുള്ളത്. അതായത് നേഴ്സുമാരുടെ ഭാഗത്തുനിന്ന് ഗുരുതര വീഴ്ച ഇഞ്ചക്ഷൻ വെക്കുന്ന സമയത്തുണ്ടായിട്ടുണ്ട്, അതവർ അറിഞ്ഞിട്ടും അത് മറച്ചു വെച്ചു എന്നുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണം ഇപ്പോൾ ഈ മുഖ്യമന്ത്രിക്കുൾപ്പെടെ നൽകിയിട്ടുള്ള പരാതിയിൽ അവർ പരാമർശിച്ചിട്ടുണ്ട്. നാളെ പോലീസിലും പരാതി നൽകും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. നിയമ നടപടിയുമായി മുന്നോട്ട് പോകും, ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ഈ കുടുംബം പറയുന്നത്. ആശുപത്രി അധികൃതരുമായി നമ്മൾ സംസാരിച്ചിരുന്നു. ഇന്ന് ഡെപ്യൂട്ടി സൂപ്രണ്ട് ഉൾപ്പെടെയുള്ള നിലവിൽ ഈ ഒരു അന്വേഷണത്തിന് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ഡെപ്യൂട്ടി സൂപ്രണ്ട് ഉൾപ്പെടെയുള്ള 4-അംഗ സമിതി അവിടെ വീട്ടിൽ എത്തി ഈ വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. അവരോട് നമ്മൾ സംസാരിച്ചപ്പോൾ ഇതിൽ കൃത്യമായ അന്വേഷണം നടത്തും, ആരുടെ ഭാഗത്താണ് വീഴ്ച സംഭവിച്ചതെന്ന് പരിശോധിക്കും, അങ്ങനെ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കർശന നടപടിയെടുക്കുന്നതിന് വേണ്ടി ആരോഗ്യവകുപ്പ് നിലവിൽ ആരോഗ്യമന്ത്രി തന്നെ നേരിട്ട് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്ന മറുപടിയാണ് അവരിൽ നിന്ന് ലഭിച്ചത്. അതിൻ്റെ അന്വേഷണം എന്തായാലും ഇപ്പോൾ നടക്കുന്നുണ്ട്. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രയും ദിവസമായി ആ കുഞ്ഞ് ഈ വേദന അനുഭവിച്ചു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെയാണ് ഈ സൂചി പുറത്തെടുത്തത്. അതുവരെ ഇപ്പോൾ ആ പിതാവിൻ്റെ പ്രതികരണത്തിൽ നമുക്ക് വ്യക്തമാണ്, രാത്രി ഉൾപ്പെടെ ഉറങ്ങാതെ ഈ കുഞ്ഞ് കരയുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായി. എന്തായാലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കർശന നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. അത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. നിലവിൽ എന്തായാലും പ്രാഥമിക അന്വേഷണം മാത്രമേ നിലവിൽ ആരംഭിച്ചിട്ടുള്ളൂ.
നമ്മൾ ആശുപത്രി അധികൃതരെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു. അപ്പോൾ അവർ നൽകുന്ന വിവരവും അങ്ങനെയാണ്. പരസ്യമായി ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ അനുമതിയില്ല എന്ന് സൂപ്രണ്ട് തന്നെ വ്യക്തമാക്കുന്നു. പക്ഷേ ഒരു കമ്മിറ്റി ഫോം ചെയ്ത് ഇക്കാര്യത്തിൽ അന്വേഷണം നടക്കുന്നുവെന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അടുത്തൊരു വാർത്തയിലേക്ക്. ജമ്മു കശ്മീർ സോപ്പോര മേഖലയിൽ സുരക്ഷാ സേനയും ഭീകരവാദികളും തമ്മിൽ ഏറ്റുമുട്ടൽ. 2 ഭീകരരെ സൈന്യം വളഞ്ഞതായിട്ടാണ് വിവരം. അച്യുതൻ ചേരുന്നുണ്ട് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. അച്യുതൻ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് ബാരമുള്ള ജില്ലയിലെ സോപ്പോര മേഖലയിൽ ഭീകര സാന്നിധ്യം ഉള്ളതായുള്ള വിവരം സേനയ്ക്ക് ലഭിച്ചത്. ഇതിനെ തുടർന്ന് സൈന്യം നടത്തിയ തെരച്ചിലാണ് ഇത്തരമൊരു ഏറ്റുമുട്ടൽ ഉണ്ടായിരിക്കുന്നത്. ഇതിൽ ഒരു ഒളിത്താവളം, ഭീകരരുടെ ഒരു ഒളിത്താവളം സേന തകർത്തതായുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. 2 ഭീകരരെ സൈന്യം വളഞ്ഞതായും വിവരം ലഭിക്കുന്നുണ്ട്. 22 രാഷ്ട്രീയ റൈഫിൾസും അതുപോലെ തന്നെ CRPF-ഉം ജമ്മു കശ്മീർ പോലീസും സംയുക്തമായി ചേർന്നാണ് ഇപ്പോൾ ആ സൈനിക നടപടി മുന്നോട്ട് പോകുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോഴും ഈ മേഖലയിൽ ഏറ്റുമുട്ടൽ നടക്കുന്നതായാണ് വിവരം. അതായത് ഭീകരവിരുദ്ധ നടപടി സേനയുടെ ഭാഗത്ത് നിന്ന് ശക്തമാക്കിയിട്ടുണ്ട്. ഉമേഷ്, അച്യുതനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. നമ്മൾ നേരത്തെ ആ കുഞ്ഞിൻ്റെ ചികിത്സാ പിഴവ് സംബന്ധിച്ച വാർത്ത നൽകിയിരുന്നു. ഹസീന ഷാജി പറയുന്നു, എവിടെ നോക്കിയാണ് ഇവർ ഇഞ്ചക്ഷൻ എടുക്കുന്നത്? പാവം, എത്ര വേദന അനുഭവിച്ച് കാണും. ഇത്രയും ഉത്തരവാദിത്തമില്ലാതെയാണോ നേഴ്സുമാർ പെരുമാറുന്നത് എന്നാണ് ആ വാർത്ത കാണുന്ന ഹസീന ഷാജിയുടെ ചോദ്യം. വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ശക്തമായ നടപടി സ്വീകരിക്കുക തന്നെ വേണം. ആ കുഞ്ഞ് എന്ത് വേദന സഹിച്ചിട്ടുണ്ട് എന്നാണ് അഞ്ജന ഇപ്പോൾ യൂട്യൂബിൽ രേഖപ്പെടുത്തുന്നത്. ജമ്മു കാശ്മീരിലെ രജൌരിയിലെ ദുരൂഹ മരണങ്ങളിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിയോഗിച്ച സമിതിയുടെ അന്വേഷണം തുടങ്ങി. 6 ആഴ്ചക്കിടെ 16 പേരാണ് നാഡികളെ ബാധിക്കുന്ന വിഷബാധയെ തുടർന്ന് മരിച്ചത്. ജനങ്ങളിലേക്ക് എങ്ങനെ ന്യൂറോടോക്സിൻ പടർന്നുവെന്ന് അന്വേഷിക്കാൻ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള ഉത്തരവിട്ടു. ജമ്മു കശ്മീരിലെ രജോരി ജില്ലയിലെ ബുദൽ ഗ്രാമത്തിലാണ് തുടർച്ചയായുള്ള മരണങ്ങൾ ആശങ്ക ഉയർത്തുന്നത്. കഴിഞ്ഞ ഡിസംബർ 7 മുതൽ ജനുവരി 17 വരെ 16 പേരാണ് അജ്ഞാത അസുഖത്തെ തുടർന്ന് മരിച്ചത്. അസുഖബാധിതരായി മരിച്ചവരെല്ലാം 1.5 കിലോമീറ്റർ ചുറ്റളവിൽ താമസിക്കുന്നവരാണ്. പകർച്ചവ്യാധിയോ ബാക്ടീരിയ, ഫംഗസ് ബാധയോ അല്ല കാരണമെന്ന് പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലും നാഷണൽ സെന്റർ ഫോർ ഡിസീസ് കൺട്രോളിലും നടത്തിയ പരിശോധനകളിൽ വ്യക്തമായി. തുടർന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വിഷയം അന്വേഷിക്കാൻ ഉന്നതതല സമിതിയെ രൂപീകരിച്ചത്. പനി, തലകറക്കം, ബോധക്ഷയം എന്നീ രോഗലക്ഷണങ്ങളാണ് മരിച്ചവർക്ക് ഉണ്ടായത്. ചികിത്സയ്ക്കെത്തി ആശുപത്രിയിൽ പ്രവേശിക്കപ്പെടുന്നവർ 45 ദിവസത്തിനുള്ളിൽ മരിച്ചതായാണ് റിപ്പോർട്ട്. നാഡീകോശങ്ങളെ നശിപ്പിക്കുകയും നാഡീവ്യവസ്ഥയെ ബാധിക്കുകയും ചെയ്യുന്ന ന്യൂറോടോക്സിനുകളുടെ സാന്നിധ്യം മരിച്ചവരുടെ ശരീരത്തിൽ കണ്ടെത്തിയതായി ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മനോഹർലാൽ റാണ പറഞ്ഞു. ജനങ്ങളിലേക്ക് എങ്ങനെ ന്യൂറോടോക്സിൻ പടർന്നു എന്നന്വേഷിക്കാൻ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള ഉത്തരവിട്ടു. ഗ്രാമത്തിൽ സുരക്ഷയും സഹായവും ഒരുക്കുന്നതിനായി സൈന്യത്തെ വിന്യസിച്ചു. 24 ഡൽഹി. ഇനി ഇന്നത്തെ വാർത്താ ദിനത്തിൽ പുറത്തു വന്ന നടുക്കുന്ന ഒരു ദൃശ്യമുണ്ടത് വയനാട്ടിൽ നിന്നാണ്. കാട്ടാന ഒരു കുടുംബത്തിന് പിന്നാലെ, ബൈക്കിൽ യാത്ര ചെയ്യുന്ന കുടുംബത്തിന് പിന്നാലെ പാഞ്ഞെടുക്കുന്ന ഒരു ദൃശ്യമാണ്. ആ കുടുംബം അത്ഭുതകരമായിട്ടാണ് രക്ഷപ്പെട്ടത്. തിരുനെല്ലി അപ്പപ്പാറയിലാണ് ഈ സംഭവം ഉണ്ടായത്. ഇതിന്റെ ദൃശ്യങ്ങൾ 24 ലഭിച്ചു. ആ റിപ്പോർട്ടിലേക്കാണ് ഇനി. തിരുനെല്ലി ക്ഷേത്രം റോഡിൽ അപ്പപ്പാറയിൽ ഇന്ന് രാവിലെയാണ് സംഭവം. പിഞ്ചുകുഞ്ഞടങ്ങുന്ന കുടുംബം തിരുനെല്ലി ഭാഗത്ത് നിന്ന് മാനന്തവാടി ഭാഗത്തേക്ക് വരികയായിരുന്നു. നടുറോഡിൽ ആനയെ കണ്ടതോടെ വാഹനം നിർത്തി. ആന കുറച്ചു മാറിയതോടെ ബൈക്ക് മുന്നോട്ടെടുത്തു. ഇതോടെ ആന ബൈക്കിന് പിന്നാലെ പാഞ്ഞടുക്കുകയായിരുന്നു. ബൈക്ക് യാത്രികന്റെ സമയോചിതമായ ഇടപെടൽ കൊണ്ടാണ് രക്ഷപ്പെടാനായത്. എതിർദിശയിൽ വന്ന 5-ാം മൈൽ സ്വദേശി സിറാജാണ് ദൃശ്യങ്ങൾ പകർത്തിയത്. സിറാജ് സഞ്ചരിച്ച കാർ പിന്നോട്ടെടുത്താണ് രക്ഷപ്പെട്ടത്. പിന്നീട് ആന കാട് കയറിയതോടെയാണ് യാത്ര തുടരാനായത്. 24 വയനാട്. ദൃശ്യങ്ങൾ നടുക്കുന്നതാണ്. നമ്മളിനി തൃശ്ശൂരിലേക്ക് പോകുന്നു. അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ നിലയിൽ കണ്ടെത്തിയ കാട്ടാനയുടെ ചികിത്സയ്ക്കായി പ്രത്യേക മെഡിക്കൽ സംഘം രൂപീകരിക്കും. ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അതിരപ്പള്ളിയിലെത്തുക. ആനയുടെ ദുരവസ്ഥ വിവരിക്കുന്ന ദൃശ്യങ്ങൾ 24 പുറത്തുവിട്ട പശ്ചാത്തലത്തിലാണ് വനവകുപ്പിന്റെ നടപടി. പ്രത്യേക മെഡിക്കൽ സംഘം രൂപീകരിക്കുന്നതിനുള്ള ഔദ്യോഗിക ഉത്തരവ് നാളെ പുറത്തിറങ്ങും. 24 ബിഗ് ഇമ്പാക്ട്. മസ്തകത്തിൽ വെടിയേറ്റതിന് സമാനമായ മുറിവുമായി കഴിയുന്ന ആനയുടെ ദൃശ്യങ്ങൾ ദിവസങ്ങൾക്ക് മുൻപ് 24 പുറത്തുവിട്ടു.
എന്നാൽ ആനകൾ കുത്തുകൂടുന്നതിനിടയിലുണ്ടായ മുറിവാണെന്നും മുറിവുണങ്ങി തുടങ്ങിയതിനാൽ ചികിത്സിക്കേണ്ട കാര്യമില്ലെന്ന നിലപാടിലുമായിരുന്നു അതിരപ്പള്ളിയിലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ. ആനയുടെ ആരോഗ്യസ്ഥിതിയിൽ ആശങ്ക പ്രകടിപ്പിക്കുന്ന ദൃശ്യങ്ങൾ ഇന്ന് വീണ്ടും 24 പുറത്തുവിട്ടു. ശ്വാസമെടുക്കുമ്പോൾ ഉൾപ്പെടെ മസ്തകത്തിൽ നിന്ന് പഴുപ്പൊലിച്ചിറങ്ങുന്നതായിരുന്നു ദൃശ്യം. ആനയുടെ ശാരീരികാവശത വെളിവാക്കുന്ന ദൃശ്യം പുറത്തു വന്നതിന് പിന്നാലെയാണ് വനം വകുപ്പിന്റെ നിർണായക ഇടപെടൽ. അരുൺ സക്രിയയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക മെഡിക്കൽ സംഘം രൂപീകരിച്ച ആനയ്ക്ക് തുടർ ചികിത്സ ഉറപ്പാക്കും. നാളെ ഔദ്യോഗിക ഉത്തരവ് പുറത്തിറങ്ങിയാൽ മെഡിക്കൽ സംഘത്തെ രൂപീകരിക്കാനാണ് തീരുമാനം. ആനയുടെ ആരോഗ്യസ്ഥിതി പരിശോധിച്ച ശേഷം ആവശ്യമെങ്കിൽ പിടികൂടി ചികിത്സിക്കും. മെഡിക്കൽ സംഘം രൂപീകരിച്ചാൽ 2 ദിവസത്തിനകം ഡോക്ടർ അരുൺ സക്രിയ അതിരപ്പള്ളിയിലേക്ക് എത്തിയേക്കുമെന്നാണ് വിവരം. 24 തൃശൂർ. സീന മുഹമ്മദ് പറയുന്നുണ്ട്, ആനയെ രാവിലെ കണ്ടത് മുതൽ ഒരു വിഷമമായിരുന്നു, വേഗം സുഖമാകട്ടെ എന്നുള്ളതാണ്. വനംവകുപ്പ് അതിനുള്ള അടിയന്തര നടപടികൾ ഇപ്പോൾ സ്വീകരിച്ച് വരികയാണ്. പാലക്കാട് കഞ്ചിക്കോട്ട് വൻകിട മദ്യനിർമ്മാണശാല അനുവദിച്ചതിൽ രാഷ്ട്രീയ വിവാദം കൊഴുക്കുകയാണ്. വിഷയം നിയമസഭയിൽ സർക്കാരിനെതിരെ പ്രധാന ആയുധമാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് നിയമസഭയിൽ മറുപടി നൽകും എന്നാണ് എക്സൈസ് മന്ത്രി MP രാജേഷ് വ്യക്തമാക്കിയത്. എക്സൈസ് മന്ത്രി പ്രൊപ്പഗണ്ട മാനേജറാണെന്നാണ് VD സതീശന്റെ പരിഹാസം. ഒയാസിസ് കൊമേഴ്സ്യൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് വൻകിട മദ്യനിർമ്മാണശാല സ്ഥാപിക്കാൻ പ്രാരംഭ അനുമതി നൽകിയത് രാഷ്ട്രീയ ആയുധമാക്കുകയാണ് പ്രതിപക്ഷം. ടെൻഡർ വിളിക്കാതെ കമ്പനിയെ തെരഞ്ഞെടുത്തത് ദുരൂഹം. ഡൽഹിയിലും പഞ്ചാബിലും കേസിൽപ്പെട്ട കമ്പനിയെ പരിഗണിച്ചതിൽ അഴിമതി, ജലലഭ്യത, പരിമിതമായ പ്രദേശത്തിന്റെ പാരിസ്ഥിതിക ആഘാതം പരിഗണിച്ചില്ല തുടങ്ങിയവയാണ് പ്രതിപക്ഷാരോപണങ്ങൾ. അതേസമയം എല്ലാം സുതാര്യമാണെന്നാണ് എക്സൈസ് മന്ത്രി MP രാജേഷിന്റെ പ്രതികരണം. പ്രാരംഭാനുമതിയാണ് നൽകിയിട്ടുള്ളത്. ആ പ്രാരംഭാനുമതിയിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്, നിലവിലുള്ള എല്ലാ നിയമങ്ങളും ചട്ടങ്ങളും നിബന്ധനകളും പാലിച്ചുകൊണ്ട് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. എല്ലാ സംശയത്തിനും വ്യക്തതയുണ്ടാക്കും. മനസ്സിലായില്ലേ? ബാക്കി അസംബ്ലി വരട്ടെ. മദ്യനിർമ്മാണശാല തുടങ്ങാനുള്ള നീക്കം ഒയാസിസ് കമ്പനിയുമായി നേരത്തെയുണ്ടാക്കിയ ഡീലിന്റെ ഭാഗമെന്ന് MP രാജേഷിന് മറുപടിയുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ രംഗത്തെത്തി. നേരത്തെ ഈ ഡീല് തുടങ്ങിയതാണ് ഈ കമ്പനി ആയിട്ട് മാത്രം. വേറെ ഒരു കമ്പനിക്കും കേരളത്തിൽ ഒരാൾക്കും, ഈ മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും അല്ലാതെ ഒരാൾക്കും ഇതറിയില്ല. ഇതിപ്പോ മധ്യപ്രദേശിലും പഞ്ചാബിലും പ്രവർത്തിക്കുന്ന ഈ കമ്പനി മാത്രമേ അറിഞ്ഞുള്ളൂ. ഇന്ത്യയിലെ വേറെ ഒരു കമ്പനി ഇങ്ങനെ ഗവൺമെന്റ് ഇത് കൊടുക്കാൻ പോകുന്നു എന്ന് അറിഞ്ഞില്ല. സർക്കാർ പുതിയ മദ്യനയം രൂപീകരിച്ചത് ഒയാസിസ് കമ്പനിക്ക് വേണ്ടിയാണെന്ന് പാലക്കാട് MP VK ശ്രീകണ്ഠൻ വിമർശിച്ചു. എക്സൈസ് മന്ത്രിക്കൊപ്പം മുഖ്യമന്ത്രിക്കെതിരെയും ആരോപണം കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം. ബ്രൂവറി അനുമതിയിലെ വിവാദം നിയമസഭയെ പ്രക്ഷുബ്ധമാക്കും. 24 തിരുവനന്തപുരം. ചില പ്രേക്ഷകരൊക്കെ ഈ നാളെ അവധിയാണെന്ന് കേട്ടു എന്നിങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഏത് സാഹചര്യത്തിലാണ് അത്തരത്തിൽ ചോദ്യങ്ങൾ ഉയരുന്നത് എന്ന് വ്യക്തമാകുന്നില്ല. സർക്കാർ ജീവനക്കാരുടെ 2 ദിവസം അവധി കിട്ടിയിരുന്നുവല്ലോ, ഇനി അവധി വേണോ എന്നിങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ അതിന് തൊട്ട് താഴെ കമൻറ്റുകളായി ഇപ്പോൾ വരികയും ചെയ്യുന്നുണ്ട്. നമ്മൾ അടുത്ത ഒരു റിപ്പോർട്ടിലേക്ക് പോവുകയാണ്. അനധികൃത ക്ഷേമ പെൻഷൻ കൈപ്പറ്റലിൽ കോട്ടക്കൽ നഗരസഭയ്ക്ക് ധനകാര്യ വകുപ്പിന്റെ നിർദ്ദേശം. PF പെൻഷനൊപ്പം ക്ഷേമ പെൻഷനും വാങ്ങിയ 4 പേരിൽ നിന്ന് മുഴുവൻ തുകയും പലിശ സഹിതം ഈടാക്കണം. കോട്ടക്കലിൽ അനധികൃതമായി ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയത് 23 പേരാണ്. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ വിപിൻ C വിജയനാണ് തത്സമയം ചേരുന്നത്. വിപിൻ, ഇക്കാര്യത്തിൽ എന്ത് നടപടിക്കാണ് നിർദ്ദേശം? വിപിൻ. ഉന്മേഷ്, ഈ അനധികൃത ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നു എന്നുള്ളത് വലിയ ചർച്ചയായിരുന്നു. ഇതിൽ കോട്ടക്കൽ നഗരസഭയിൽ നിന്ന് 7-ാം വാർഡിൽ BMW കാറുള്ള ആൾ ഉൾപ്പെടെ ക്ഷേമ പെൻഷൻ കൈപ്പറ്റി എന്നുള്ളതൊരു കണ്ടെത്തലും ഉണ്ടായിരുന്നു. ഇതിൽ കോട്ടക്കൽ നഗരസഭ തന്നെ അവരുടെ സ്വന്തം നിലയ്ക്കൊരു അന്വേഷണം നടത്തിയിരുന്നു. ഇതിൽ 27 പേരെ കണ്ടെത്തുകയും ചെയ്തു. ഇതിൽ ഇപ്പോൾ ധനകാര്യ വകുപ്പിന്റെ ഒരു നിർദ്ദേശം കോട്ടക്കൽ നഗരസഭയിലേക്ക് എത്തിയിട്ടുണ്ട്. ആ നിർദ്ദേശം എങ്ങനെയെന്ന് പറഞ്ഞാൽ, ഈ പറഞ്ഞതുപോലെ തന്നെ 4 പേർക്ക്, അതായത് PF പെൻഷൻ കൈപ്പറ്റിയിരുന്ന 4 പേർ ക്ഷേമ പെൻഷനും കൈപ്പറ്റിയിരുന്നു. അപ്പോൾ അവർക്ക് അറിയാമായിരുന്നു ഇങ്ങനെ 2 പെൻഷൻ കൈപ്പറ്റാൻ പാടില്ല എന്നുള്ളത്. എന്നിട്ടും ഇത് സ്വീകരിച്ച ആൾക്കാർ എന്നുള്ള നിലയ്ക്ക് ആദ്യം മുതൽ, അതായത് ഈ ക്ഷേമ പെൻഷൻ എപ്പോൾ മുതലാണോ വാങ്ങിത്തുടങ്ങിയത് അതുമുതൽ 18% പലിശ ഉൾപ്പെടെ തിരിച്ചു പിടിക്കാനാണ് ഇപ്പോൾ നിർദ്ദേശം ലഭിച്ചിരിക്കുന്നത്. മറ്റ് 27-ൽ ബാക്കിയുള്ള 23 പേർക്ക്
അവർ വീടിൻ്റെ മോഡിഫിക്കേഷൻ AC വെച്ചതടക്കമുള്ള കാര്യങ്ങളിലാണ് പിന്നീട് അനധികൃതമായി കണ്ടെത്തിയിട്ടുള്ളത്. ഇവരിൽ നിന്ന് എന്ന് മുതലാണോ അനധികൃതം എന്നുള്ളത് കണ്ടെത്തിയിട്ടുള്ളത് അന്ന് മുതലുള്ള പണം ഇപ്പോൾ തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് ഈ നിർദ്ദേശം വന്നിരിക്കുന്നത്. നാളെ ഇതുമായി ബന്ധപ്പെട്ട കോട്ടക്കൽ നഗരസഭയുടെ അടിയന്തര കൗൺസിൽ 10 മണിക്ക് ചേരും. ഇതിൽ കൃത്യമായിട്ടുള്ള തുകയുൾപ്പെടെയുള്ളവ പറയും. ഒപ്പം തന്നെ ഈ പരാതിക്കാർക്ക് അവരുടെ പരാതി എന്താണ് എന്നുള്ളത് കേൾക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഹിയറിംഗ് വെച്ചിരുന്നു. ഇതിൽ പലരും വന്ന് ഈ ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയതിലൊക്കെയുള്ള പരാതി അറിയാതെ സംഭവിച്ചാണെന്നൊക്കെ പറഞ്ഞു എന്നുണ്ടെങ്കിൽ പോലും ആരെയും അതിൽ മാറ്റി നിർത്താൻ പറ്റുന്നതല്ല എന്നുള്ളതാണ് ഇപ്പോൾ കോട്ടക്കൽ നഗരസഭയുടെ തീരുമാനമുണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ നിർദ്ദേശം എത്രയും വേഗം നടപ്പാക്കും. നാളെ അടിയന്തര കൗൺസിൽ. ഉന്മേഷ്. വിപിൻ സി വിജയനാണ് വിവരങ്ങൾ നൽകിയത്. അത്തരത്തിൽ ക്ഷേമ പെൻഷൻ തട്ടിയ ആളുകൾക്കെതിരെ നടപടി വേണം, തട്ടിപ്പ് നടത്തിയവർക്കെതിരെ എന്ന് ശങ്കരൻ എന്ന അക്കൗണ്ടിൽ നിന്ന് ഇപ്പോൾ പറയുന്നുണ്ട്. ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയവർക്കെതിരെ നടപടി വേണമെന്ന ആവശ്യം ഉയരുന്നുണ്ട്. അടുത്ത വാർത്തയിലേക്കാണ്. കണ്ണൂരിൽ ജീപ്പ് ഇടിച്ച് 6 വയസ്സുകാരൻ മരിച്ചു. പുതുവാച്ചേരി കണ്ണൂത്തുംചിറയിലെ മുയിസ് ഇബാൻ മുഹമ്മദാണ് മരിച്ചത്. റോഡ് മുറിച്ച് കിടക്കുമ്പോഴാണ് ഈ അപകടം. അരുൺ പൂപ്പറമ്പ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, എങ്ങനെയാണ് അപകടം ഉണ്ടായത്? വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, ഇന്ന് വൈകിട്ട് 6 മണിയോടെയാണ് ഈ ദാരുണമായ അപകടമുണ്ടായത്. കണ്ണൂർ പള്ളിയാമൂല ബീച്ച് റോഡാണ്, അതായത് പയ്യാമ്പലം ബീച്ച് റോഡൊക്കെ സമീപമുള്ളൊരു പ്രദേശമാണിത്. ഈ കുട്ടിക്കൊപ്പം ബന്ധുക്കളും ഒപ്പം ഉണ്ടായിരുന്നു. അതിനിടെ റോഡരികിൽ നിന്ന് ഈ കുട്ടി പെട്ടെന്ന് റോഡ് മുറിച്ചു കടക്കാൻ ശ്രമിക്കുകയായിരുന്നു. അതിനിടെയാണ് ഈ പയ്യാമ്പലം ഭാഗത്തേക്ക് പോവുകയായിരുന്ന ജീപ്പ് ഈ കുട്ടിയെ വന്ന് ഇടിച്ചത്. 6 വയസ്സുള്ള മുവാസ് മുഹമ്മദാണ് മരിച്ചത്. പൊതുവാച്ചേരി കണ്ണോത്തുംചിറ അതിന് സമീപമുള്ള ഒരു പ്രദേശം തന്നെയാണ്. അവിടെയാണ് ഇവരുടെ സ്വദേശം. അവിടെയുള്ള N മുഹമ്മദ് കുഞ്ഞിയുടെയും ഷരീഫ എന്നിവരുടെ മകനാണ് മരിച്ചത്. എന്തായാലും വളരെ ദാരുണമായ സംഭവമായിരുന്നു. അവിടെ അപകടം നടന്ന് പെട്ടെന്ന് തന്നെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിച്ചു. അപ്പോഴേക്കും ഈ കുട്ടിയുടെ മരണം സംഭവിച്ചു എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ശരി, അരുൺ പൂപ്പറമ്പയാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് ഒരു ചോദ്യം ഇപ്പോൾ ഉയരുന്നുണ്ട്. മുഹമ്മദ് ദിൽഷാദാണ് പറയുന്നത്, എന്താ കമൻറ്റ് നിങ്ങൾ കാണാതെ പോകുന്നത് എന്നുള്ളത് ആണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. അങ്ങനെ ഒരു കമൻറ്റും നമ്മൾ കാണാതെ പോകുന്നില്ല, കമൻറ്റുകളൊക്കെ കാണുന്നുണ്ട്. പ്രധാനപ്പെട്ടത് മാത്രമേ, അല്ലെങ്കിൽ കഴമ്പുള്ള കമൻറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ. ഞാനിപ്പോൾ താങ്കൾ പറഞ്ഞതുകൊണ്ട് നോക്കുകയായിരുന്നു മറ്റെന്തെങ്കിലും താങ്കൾ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത്. താങ്കളുടെ കമൻറ്റ് അടുത്ത സ്ഥലത്തൊന്നും കാണുന്നില്ല. മറ്റെന്തെങ്കിലും താങ്കൾ പറഞ്ഞിരുന്നുവെന്ന് അറിയുകയുമില്ല. ഏതായാലും കമൻറ്റുകളൊക്കെ നമ്മൾ കാണുകയും ചെയ്യുന്നുണ്ട്. അനിശ്ചിതത്വങ്ങൾക്ക് ഒടുവിൽ ഗസയിൽ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നു. ഇന്ന് മോചിപ്പിക്കുന്ന 3 ബന്ദികളുടെ പേര് വിവരം ഹമാസ് ഇസ്രയേലിന് കൈമാറിയതോടെയാണ് കരാർ നിലവിൽ വന്നത്. അതിനിടെ കരാറിനെ എതിർത്ത് ഇസ്രയേൽ സുരക്ഷാ മന്ത്രി ബെൻ ഗവീർ മന്ത്രിസ്ഥാനം രാജിവെച്ചു. 15 മാസം നീണ്ടുനിന്ന യുദ്ധത്തിന് ആശ്വാസം. നേരത്തെ പ്രഖ്യാപിച്ചതിലും 3 മണിക്കൂർ വൈകിയാണ് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നത്. ആദ്യം മോചിപ്പിക്കുന്ന 3 ബന്ദികളുടെ വിവരങ്ങൾ ഹമാസ് കൈമാറിയതോടെയാണ് ഇസ്രയേൽ വെടിനിർത്തൽ അംഗീകരിച്ചത്. ഇസ്രയേൽ 95 പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കും. ബന്ദി കൈമാറ്റം എവിടെ വെച്ചാണെന്ന് വ്യക്തമായിട്ടില്ല. ഇന്ത്യൻ സമയം ഉച്ചയോടെ വെടിനിർത്തൽ നിലവിൽ വരുമെന്ന് ഖത്തർ വിദേശകാര്യമന്ത്രി അറിയിച്ചിരുന്നു. എന്നാൽ മോചിപ്പിക്കുന്ന ബന്ദികളുടെ പട്ടിക ഹമാസ് പുറത്തുവിടുന്നതുവരെ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരില്ലെന്ന് ഇസ്രയേൽ നിലപാട് കടുപ്പിച്ചതോടെ കരാർ വൈകുകയായിരുന്നു. ആദ്യഘട്ട വെടിനിർത്തലിനിടെ 33 ബന്ദികളെ ഹമാസ് ഘട്ടം ഘട്ടമായി മോചിപ്പിക്കും. ജനവാസ മേഖലയിൽ നിന്നുള്ള ഇസ്രയേൽ സൈന്യത്തിന്റെ പിന്മാറ്റം ഇതിന് പിന്നാലെയുണ്ടാകും. വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുന്നതും കാത്ത് 100 കണക്കിന് സഹായ ട്രക്കുകളാണ് റഫ അതിർത്തിയിൽ കാത്തുനിൽക്കുന്നത്. വെടിനിർത്തലിന് തൊട്ടുമുൻപ് ഗസയിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 19 പേർ കൊല്ലപ്പെട്ടു. ഇന്റർനാഷണൽ ഡെസ്ക് 24. ഈ വാർത്തയുടെ പുതിയ വിവരങ്ങൾ വരുന്നുണ്ട്. 3 ഇസ്രായേലി ബന്ദികളെ ഹമാസ് ഇപ്പോൾ കൈമാറിയെന്ന് റെഡ് ക്രോസ് സ്ഥിരീകരിക്കുന്നുണ്ട്. 3 പേരെയും ഉടൻ ഗസ അതിർത്തിയിൽ എത്തിച്ച് ഇസ്രായേൽ സേനയ്ക്ക് കൈമാറും എന്നാണ് റെഡ് ക്രോസ് അറിയിക്കുന്നത്. അല്പസമയത്തിനകം ഈ വാർത്തയുടെ വിശദാംശങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമാകുമ്പോൾ 15 മാസം നീണ്ട ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിനാണ് വിരാമമാകുന്നത്. കരാർ വ്യവസ്ഥകളിൽ ഹമാസ് മാറ്റം വരുത്താൻ ശ്രമിച്ചെന്ന് ആരോപിച്ച് കരാറിന് അംഗീകാരം നൽകുന്നത് ഇസ്രായേൽ വൈകിപ്പിച്ചിരുന്നു. 2023 ഒക്ടോബർ 7 ആരംഭിച്ച യുദ്ധത്തിന്റെ നാൾവഴികളിലൂടെ ഇനി ഒക്ടോബർ 7, 2023. സമയം രാവിലെ 7 മണിയോടടുക്കുന്നു. ഇസ്രയേലിന്റെ സുരക്ഷാ വേലികൾ തകർത്തെറിഞ്ഞുകൊണ്ട്
ഹമാസ് നടത്തിയ അപ്രതീക്ഷിത ആക്രമണത്തിനാണ് ഈ ദിനം സാക്ഷ്യം വഹിച്ചത്. ഹമാസിന്റെ റോക്കറ്റ് ആക്രമണങ്ങളിലും സ്ഫോടനങ്ങളിലും കൂട്ടക്കുരുതിയിലും 1200ഓളം പേരാണ് കൊല്ലപ്പെട്ടത്. 251 പേരെ ഹമാസ് ബന്ദികളാക്കി. ഇസ്രയേലി ചാരസംഘടനയായ മൊസാദിനും ഇസ്രയേലി ഡിഫൻസ് ഫോഴ്സിനും മുൻകൂട്ടി കാണാൻ കഴിയാതിരുന്ന ആ ആക്രമണത്തിന് ഓപ്പറേഷൻ അൽ അക്സ ഫ്ലഡ് എന്നാണ് ഹമാസ് പേരിട്ടിരുന്നത്. ബന്ദികളാക്കിയവരെ ഗസയിലേക്ക് ഹമാസ് അതിവേഗമാണ് കടത്തിയത്. അപ്രതീക്ഷിത ആക്രമണത്തിന്റെ നടുക്കത്തിൽ നിന്ന് മോചിതമാകും മുൻപേ രാവിലെ 10:47 ഓപ്പറേഷൻ അയൺ സോഡ്സ് എന്ന പേരിൽ ഇസ്രയേലിന്റെ പ്രത്യാക്രമണം. ഇസ്രയേൽ യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞുവന്ന 11:35 പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രസ്താവന. 12:30 അമേരിക്ക ഇസ്രയേലിന് എല്ലാ പിന്തുണയും പ്രഖ്യാപിക്കുന്നു. തുടർന്ന് ഹമാസിന് പുറമെ ലെബനനിലെ ഹിസ്ബുള്ളയുമായും യമനിലെ ഹൂതികളുമായും ഇസ്രയേലിന്റെ യുദ്ധം ശക്തിപ്പെട്ടു. ഹിസ്ബുള്ളയുടെയും ഹമാസിന്റെയും പ്രധാന നേതാക്കളെ ഇസ്രയേൽ ഇല്ലാതാക്കിയതിനു പിന്നാലെ ഇസ്രയേലിലേക്ക് ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയതും പ്രത്യാക്രമണവുമെല്ലാം ഇറാനും ഇസ്രയേലും തമ്മിൽ പ്രത്യക്ഷ യുദ്ധത്തിലേക്ക് നീങ്ങുമെന്ന ഭീതികൾക്ക് ഇടയാക്കി. എന്നാൽ 2024 ജൂലൈയിൽ ഹമാസിന്റെ രാഷ്ട്രീയകാര്യ വിഭാഗം നേതാവ് ഇസ്മയിൽ ഹനിയെ കൊല്ലപ്പെട്ടതിന് പുറമെ ഒക്ടോബറിൽ ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയും പ്രധാന നേതാക്കളെയെല്ലാം ഇസ്രയേൽ വധിച്ചു. തുടർന്ന് 2024 നവംബർ 27 ഇസ്രയേലും ലബനനും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ നിലവിൽ വന്നു. യുദ്ധത്തിനിടെ 2023 നവംബറിൽ ഇസ്രയേലും ഹമാസും തമ്മിൽ വെടിനിർത്തലുകളും ബന്ദി കൈമാറ്റവും നടന്നെങ്കിലും സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ഐക്യരാഷ്ട്രസഭയുടെ ശ്രമങ്ങൾ ഫലപ്രാപ്തിയിലെത്തിയില്ല. ജനുവരി 15 വെടിനിർത്തൽ നിലവിൽ പ്രാബല്യത്തിലെത്തേണ്ടത്. കരാറിന് ഇസ്രയേൽ മന്ത്രിസഭ അംഗീകാരം നൽകാൻ വൈകിയതോടെ 4 ദിവസം കൂടി കഴിഞ്ഞാണ് പ്രഖ്യാപനം വന്നത്. ന്യൂസ് ഡെസ്ക് 24. അപ്പോൾ അങ്ങനെ ഒരുപാട് നാളുകൾ നീണ്ട രക്തച്ചൊരിച്ചിൽ അതിനാണ് വിരാമമാകുന്നത്. നേരത്തെ സൂചിപ്പിച്ച വാർത്തയുടെ അപ്ഡേഷനിലേക്ക് നമ്മൾ പോവുകയാണ്. 3 ഇസ്രായേലി ബന്ദികളെ ഹമാസ് ഇപ്പോൾ കൈമാറിയെന്നാണ് റെഡ് ക്രോസിന്റെ സ്ഥിരീകരണം. 3 പേരെയും ഉടൻ ഗസ അതിർത്തിയിൽ എത്തിച്ച് ഇസ്രായേൽ സേനയ്ക്ക് കൈമാറും എന്നുകൂടി റെഡ് ക്രോസ് ഇപ്പോൾ അറിയിക്കുന്നുണ്ട്. വിഷ്ണു എസ് വിജയൻ ഇപ്പോൾ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിഷ്ണു, ഈ കൈമാറ്റം സംബന്ധിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ സ്ഥിരീകരിക്കാൻ കഴിയുന്നത്? എന്തൊക്കെയാണ് വിവരങ്ങൾ വിഷ്ണു? ഉന്മേഷ്, നമുക്കിപ്പോൾ കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം എന്ന് പറയുന്നത് 3 ബന്ദികളെയാണ് ഇപ്പോൾ ഹമാസ് റെഡ് ക്രസൻറ്റിന് കൈമാറിയിരിക്കുന്നത്. ഇവരുമായിട്ടുള്ള വാഹനം ഇസ്രായേലി സേനയുടെ അടുത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ 3 വനിതകളാണുള്ളത്. ഈ 3 വനിതകളെ റെഡ് ക്രസൻറ്റ് ഇസ്രായേലി സൈന്യത്തിന് കൈമാറും. അതിനുശേഷം ഇവരുടെ ആരോഗ്യ പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ നടത്തിയതിനു ശേഷമായിരിക്കും ഈ ബന്ദി കൈമാറ്റത്തിൽ ഇസ്രായേൽ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം നടത്തുന്നത്. ഇന്ന് 3 മണിക്കൂർ വൈകിയാണ് ഇന്ന് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത്. ആശയക്കുഴപ്പങ്ങളും ആശങ്കകളും ഒരുപാടുണ്ടായിരുന്നു. അതായത് ഈ 3 ബന്ദികളെ പുറത്തിറക്കുന്നതിന് മുൻപായി ഹമാസ് ഈ വിവരങ്ങൾ കൈമാറിയില്ല എന്നായിരുന്നു ഇസ്രായേൽ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ ബന്ദി കൈമാറ്റത്തിൽ ഒരു അവ്യക്തത നിലനിന്നിരുന്നു. ഈ അവ്യക്തത മാറിയതോടുകൂടി റെഡ് ക്രസൻറ്റിൻ്റെ ഒരു വാഹനം ഇവരുടെ ഹമാസിൻ്റെ താവളത്തിലേക്ക് എത്തുകയും അവിടെ നിന്ന് ബന്ദികളുമായി ഈ വാഹനം തിരിച്ച് ഇസ്രായേൽ സേനയുടെ അടുത്തേക്ക് എത്തുകയായിരുന്നു എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന ആദ്യത്തെ വിവരം. ശരി വിഷ്ണു. വിഷ്ണു എസ് വിജയനാണ് വിവരങ്ങൾ നൽകിയത്. അങ്ങനെ സമാധാനം പുലരുകയാണ്. ഗസയിൽ ബന്ദികളെ കൈമാറുന്നു. അപ്പോൾ അങ്ങനെ അതിന് തുടർച്ചകൾ ഉണ്ടാകട്ടെ, ഗസയിൽ സമാധാനം പുലരട്ടെ എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. പ്രേക്ഷകരൊക്കെ ആ വിഷയത്തിൽ പ്രതികരിക്കുന്നുണ്ട്. ജിയോ പറയുന്നത് ഇനി റഷ്യ യുക്രൈൻ യുദ്ധം കൂടി നിർത്താൻ പ്രവർത്തിക്കണം, ലോകത്തിൽ സമാധാനം പുലരട്ടെ, യുദ്ധം ദുഃഖമേ വിതയ്ക്കൂ എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഇപ്പോൾ വരുന്നത്. യൂട്യൂബിൽ ആശ പറയുന്നുണ്ട്, എത്രയോ ജീവനുകളെ എടുത്ത് ബാക്കിയുള്ള ജീവനുകൾക്ക് സമാധാനമായി അവരൊന്ന് അന്തിയുറങ്ങട്ടെ, സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകൾ പറക്കട്ടെ എന്നാണ് ആശയുടെ പ്രതികരണം ഇപ്പോൾ വരുന്നത് യൂട്യൂബിൽ. മറ്റൊരു റിപ്പോർട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. കോഴിക്കോട് പുതുപ്പാടി സുബൈദ കൊലപാതകത്തിന്റെ കാരണം മാതാവിനോടുള്ള പക എന്ന് പ്രതിയുടെ മൊഴി. പണം ആവശ്യപ്പെട്ടിട്ട് നൽകാത്തതും സ്വത്ത് വിൽക്കാത്തതുമാണ് പകയ്ക്ക് കാരണം. പ്രതിയെ താമരശ്ശേരി 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയ ശേഷം റിമാൻഡ് ചെയ്തു. സുബൈദയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സംസ്കരിച്ചു. മയക്കുമരുന്നിന് അടിമയായ ആഷിഖ് ബംഗളൂരുവിലെ ഡി അഡിക്ഷൻ സെന്ററിൽ ചികിത്സയിലായിരുന്നു. ഇതിനിടെ മാതാവിനെ കാണാനെത്തിയപ്പോഴാണ് നാടിനെ നടുക്കിയ കൊലപാതകം. ബ്രെയിൻ ട്യൂമറിന് ശസ്ത്രക്രിയ കഴിഞ്ഞ് സഹോദരിയുടെ പുതുപ്പാടിയിലെ വീട്ടിൽ വിശ്രമത്തിലായിരുന്നു 53-കാരിയായ സുബൈദ. ഇവിടെ എത്തിയാണ് ആഷിഖ് കൊല നടത്തിയത്. അയൽവാസിയുടെ വീട്ടിൽ നിന്ന് തേങ്ങ പൊളിക്കാനെന്ന് പറഞ്ഞ് വെട്ടുകത്തി വാങ്ങിയ ആഷിഖ് പിന്നീട് കൃത്യം നടത്തുകയായിരുന്നു. ദാമോദരട്ടൻ എന്ന് പറഞ്ഞ തൊട്ടടുത്തുള്ള വീട്ടിൽ നിന്നാണ് ഈ വാക്കത്തി വാങ്ങിയത്. എന്നിട്ടും എന്താണ് എന്ന് മനസ്സിലാക്കാതെ അദ്ദേഹം വന്ന് ചോദിച്ച സമയത്താണ് ഇവന് ഒന്നും മിണ്ടാതെ വളരെ മൗനം പാലിച്ച് നിൽക്കുകയും സക്കീല വന്ന് ജനലിൻ്റെ
ഭിത്തിയിൽ കൂടി നോക്കുന്ന സമയത്താണ് ഈ ചോരയിൽ കുളിച്ച് കിടക്കുന്ന ഈ സ്ത്രീയുടെ മൃതദേഹം കാണുന്നത്. അങ്ങനെ അട്ടഹസിച്ച് പരിസരവാസികളൊക്കെ വന്നു കാര്യങ്ങളൊക്കെ പറഞ്ഞ സമയത്താണ് ഈ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാൻ കഴിയുന്നത്. കൊലപാതകത്തിന് കാരണം വൈരാഗ്യമാണെന്നാണ് പ്രതിയുടെ മൊഴി. പണം ആവശ്യപ്പെട്ടിട്ട് മാതാവ് പണം നൽകിയിരുന്നില്ല. സ്വത്ത് വിൽപ്പന നടത്താൻ ആവശ്യപ്പെട്ടു, അതും വിസമ്മതിച്ചു. ഇതോടെയാണ് കൊലപാതകം. മോട്ടീവായിട്ട് ഇയാൾ ഈ അമ്മയോട് ഇടയ്ക്കിടയ്ക്ക് പണം ആവശ്യപ്പെടാറുണ്ടായിരുന്നു. പിന്നെ അമ്മയുടെ പ്രോപ്പർട്ടി വിൽക്കണം എന്നുള്ള ആവശ്യപ്പെടാറുണ്ട്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ആവശ്യപ്പെടാറുണ്ടായിരുന്നു. അതുകൂടാതെ തന്നെ അമ്മയെ കൊല്ലണമെന്ന് പല തവണ ഈ പലരോടായിട്ട് ഇവർ പോയി പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ അമ്മയെ കൊല്ലാനുള്ള 2-3 അറ്റംപ്റ്റ് ഇവർ നടത്തിയിട്ടുണ്ട്. ഈ നേരത്തെ നടത്തിയിട്ടുണ്ട്. പോലീസ് അതിൻ്റെ ഭാഗം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രതിയെ താമരശ്ശേരി 1-ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെ വസതിയിൽ ഹാജരാക്കി പിന്നീട് റിമാൻഡ് ചെയ്തു. 24 കോഴിക്കോട്. അടുത്ത റിപ്പോർട്ടിലേക്കാണ്. CPIM പ്രവർത്തകർ തട്ടിക്കൊണ്ടുപോയ കൂത്താട്ടുകുളം നഗരസഭാ കൗൺസിലർ കലാരാജു UDFിലേക്ക് എന്ന് സൂചന. സ്ത്രീത്വത്തെ അപമാനിച്ചെന്നാരോപിച്ച് CPIM നേതാക്കൾക്കെതിരെ പരാതി നൽകും. കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയെന്ന ആരോപണം CPIM തള്ളി. CPIM DYFI നേതാക്കൾക്കെതിരെ ഗുരുതര ആരോപണമാണ് കലാരാജു ആവർത്തിക്കുന്നത്. CPIM ഏരിയ സെക്രട്ടറിയുടെ വിശദീകരണം തള്ളിയ കലാരാജു വനിതാ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് വാഹനത്തിലേക്ക് വലിച്ചു കയറ്റിയെന്നും വസ്ത്രം വലിച്ചു കീറുകയും കാൽ വെട്ടുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും ആരോപിച്ചു. നമ്മൾ ഒരുപാട് ഇത്രയും ഇത് പ്രതീക്ഷിച്ചിരുന്നില്ല. ഇത്രയും ഒരു ആക്രമണം പ്രതീക്ഷിച്ചിരുന്നില്ല. വണ്ടിയിലേക്ക് ഉന്തിക്കയറ്റി, പിന്നെ ഒരു DYFIയുടെ സഹാവ് വണ്ടിയിലേക്ക് ഉന്തിക്കയറ്റി കാല് ഡോറിൻ്റെ ഇടയിൽ വെച്ച് അവർ അടച്ചപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ കാല് എന്നെ ഡോർ. അപ്പോൾ പറഞ്ഞു കാലവിടെ ചെന്നിട്ട് വെട്ടിത്തരാടി എന്ന് പറഞ്ഞു എന്നോട്. പാർട്ടി പ്രവർത്തകർക്കൊപ്പം പോലീസും കൂട്ടുനിന്നതായി കലാരാജു ആരോപിച്ചു. 25 വർഷമായി തുടരുന്ന പാർട്ടി ബന്ധം അവസാനിപ്പിക്കാനാണ് തീരുമാനം. UDFുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നത് ആലോചിക്കുമെന്നും കലാരാജു വ്യക്തമാക്കി. മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശപ്രകാരമാണ് തട്ടിക്കൊണ്ടുപോകലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ആ DYSPയോട് വിളിച്ച് ഈ സ്ത്രീയെ തട്ടിക്കൊണ്ടുപോകാൻ ആരാണ് തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ചു പറഞ്ഞത്? തട്ടിക്കൊണ്ടുപോകുന്നവർക്ക് സംരക്ഷണം കൊടുക്കാൻ. എന്നിട്ട് അവരോട് അവരുടെ മൊഴി വരെ ഇതുവരെ ഒപ്പിട്ട് മേടിച്ചിട്ടില്ല. ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഉപജാപക സംഘം നിയന്ത്രിക്കുന്ന ഈ നാണം കെട്ട പോലീസ്. ആരോപണം തള്ളിയ CPIM എറണാകുളം ജില്ലാ സെക്രട്ടറി CN മോഹനൻ തട്ടിക്കൊണ്ടുപോയത് കോൺഗ്രസ് ആണെന്ന വിചിത്രവാദവുമായി രംഗത്തെത്തി. രാവിലെ സംഭവത്തിന് മുമ്പ് CPMന്റെ പാർലമെന്ററി പാർട്ടി നേരത്തെ വിളിക്കുമ്പോൾ ഇവർ സ്ഥലത്തില്ല. അപ്പോൾ അവരുടെ വീടിൻ്റെ അടുത്ത് അവരില്ല, അവരുടെ ബന്ധുക്കളെ അന്വേഷിച്ചു അവരില്ല. അപ്പോൾ അവരെ ആരോ മാറ്റിയിട്ടുണ്ടെന്ന്. അപ്പോൾ ആദ്യം തട്ടിക്കൊണ്ടുപോയത് കോൺഗ്രസ് അവരെ. നിലവിൽ മകളുടെ പരാതിയിൽ പോലീസ് കേസെടുത്തെങ്കിലും സ്ത്രീത്വത്തെ അപമാനിച്ചതിലടക്കം കൂടുതൽ വകുപ്പുകൾ ചുമത്തണമെന്നാവശ്യപ്പെട്ട് പരാതി നൽകാനാണ് നീക്കം. 24 കൊച്ചി. ഇന്നലെ ഉണ്ടായ ആ സംഭവവികാസങ്ങളുടെ ദൃശ്യങ്ങൾ നമ്മളെല്ലാം കണ്ടതാണ്. കലാരാജുവിനെ തട്ടിക്കൊണ്ട് പോയ സംഭവത്തിൽ CPIM ഏരിയ സെക്രട്ടറി അടക്കം 50 പേരാണ് പ്രതികൾ. കലാരാജുവിനെ തട്ടിക്കൊണ്ട് പോയിട്ടില്ല എന്ന് CPIMും അവിശ്വാസ പ്രമേയം വീണ്ടും നടത്താൻ അനുമതി തേടി ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് കോൺഗ്രസും വ്യക്തമാക്കുന്നുണ്ട്. പോലീസിന് വീഴ്ചയുണ്ടായെന്ന ആരോപണത്തിന് പിന്നാലെ സംഭവത്തിൽ മൂവാറ്റുപുഴ DYSPക്കെതിരെ റൂറൽ SP അന്വേഷണത്തിന് നിർദ്ദേശം നൽകി. CPIM ഏരിയ സെക്രട്ടറി PB രതീഷ്, കൂത്താട്ടുകുളം നഗരസഭാ ചെയർപേഴ്സൺ വിജയ ശിവൻ, വൈസ് ചെയർമാൻ സണ്ണി കുര്യാക്കോസ്, കൗൺസിലർ സുമാ വിശ്വംഭരൻ, CPIM ലോക്കൽ സെക്രട്ടറി ഫെബീഷ് ജോർജ്, കണ്ടാലറിയാവുന്ന 45 പേർ എന്നിവരാണ് കേസിലെ പ്രതികൾ. കലാരാജുവിനെ ദേഹോപദ്രവം ഏൽപ്പിച്ച ശേഷം നഗരസഭാ ചെയർപേഴ്സന്റെ കാറിൽ തട്ടിക്കൊണ്ടുപോയെന്നാണ് FIRൽ പറയുന്നത്. വിഷയത്തിൽ പോലീസിന് ഗുരുതര വീഴ്ച സംഭവിച്ചതായും അവിശ്വാസ പ്രമേയം വീണ്ടും നടത്താൻ ഹൈക്കോടതിയിൽ ഹർജി നൽകുമെന്നും നഗരസഭാ പ്രതിപക്ഷ നേതാവ് പ്രിൻസ് പോൾ ജോൺ. ഞങ്ങൾക്ക് സുരക്ഷിതമായി കൗൺസിൽ ഹാളിലെത്തി അവിശ്വാസ പ്രമേയ ചർച്ചയിൽ പങ്കെടുക്കാൻ കഴിയുന്ന രീതിയിൽ മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചുകൊണ്ട് അത് വീണ്ടും നടത്തണമെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയോട് ആവശ്യപ്പെടാനാണ്. തങ്ങളുടെ ചിഹ്നത്തിൽ മത്സരിച്ച കൗൺസിലറാണ് കലാരാജുവെന്നും ഒരു തരത്തിലുള്ള കയ്യേറ്റവും നടന്നിട്ടില്ലെന്നും നഗരസഭാ വൈസ് ചെയർമാനും CPIM നേതാവുമായ സണ്ണി കുര്യാക്കോസ്. അവിശ്വാസ പ്രമേയം നടക്കുന്നതിന് കുറച്ച് മുമ്പാണ് വിട്ടു നിൽക്കാൻ ഞങ്ങളുടെ പാർട്ടി LDF തീരുമാനിക്കുന്നത്. ആ വിവരം അവരോടും കൂടി പറയാൻ വേണ്ടി ഞങ്ങളവിടെ നിന്നു. ശരി, നമ്മൾ വിട്ടു നിൽക്കുന്നു, നമുക്ക് എല്ലാവർക്കും കൂടി പാർട്ടി ഓഫീസിലേക്ക് വന്നു പറഞ്ഞു. കുറച്ച് പേര് ചെയർപേഴ്സൻ്റെ വണ്ടിയിൽ കയറി ഞങ്ങളൊക്കെ നടന്നും കൂടി പോന്നു. ഇവിടെ വന്നു, അല്ലാതെ അവരെ ആരും തട്ടിക്കൊണ്ടും പോയിട്ടില്ല, മറ്റൊരു ഉപദ്രവവും നടത്തിയിട്ടില്ല. കലാരാജുവിനെതിരായ അതിക്രമത്തിനും പോലീസ് വീഴ്ചയ്ക്കുമെതിരെ കൂത്താട്ടുകുളത്ത് നാളെ UDF പ്രതിഷേധം സംഘടിപ്പിക്കും. പോലീസിന് വീഴ്ചയുണ്ടായെന്ന ആരോപണത്തിന് പിന്നാലെ സംഭവത്തിൽ മൂവാറ്റുപുഴ DYSPക്കെതിരെ റൂറൽ SP അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. ക്യാമറാമാൻ അദീഷിനൊപ്പം S ശ്രീകാന്ത്, 24 കൊച്ചി.
പാർട്ടിയിൽ ഐക്യമുണ്ടായേ തീരുവെന്ന് KPCC രാഷ്ട്രീയകാര്യ സമിതിയിൽ പൊതുവികാരം ഉണ്ടായി. കോൺഗ്രസ് ഇങ്ങനെ പോയാൽ പോരാ, പ്രശ്നങ്ങൾ ഇരുന്ന് ചർച്ച ചെയ്യുകയും സ്വയം തിരുത്തുകയും വേണം. പറഞ്ഞാൽ തീരാത്ത പ്രശ്നങ്ങൾ ഇല്ലെന്ന് ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ യോഗത്തിൽ പറഞ്ഞു. സലീം മാലിക് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് ഇപ്പോൾ വിവരങ്ങളുമായി. സലീം, അപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാനുണ്ട്, നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങണം. ഏത് തരത്തിൽ ചർച്ചകൾ, അഭിപ്രായങ്ങളൊക്കെ ഉയർന്നു യോഗത്തിൽ സലീം? ഉന്മേഷ്, 5.5 മണിക്കൂറാണ് KPCCയുടെ രാഷ്ട്രീയകാര്യ സമിതി യോഗം നീണ്ടത് എന്നുള്ളതാണ്. ആ 5.5 മണിക്കൂറിനിടയിൽ ഏറ്റവും പ്രധാനമായി ഉയർന്നു വന്ന പ്രധാനപ്പെട്ട നേതാക്കളുടെ എല്ലാം പ്രധാന ആശങ്കയും ഒപ്പം അവരുടെ നിർദ്ദേശങ്ങളും എല്ലാം പാർട്ടിയിലെ ഐക്യത്തെക്കുറിച്ചായിരുന്നു. കഴിഞ്ഞ സമീപ ദിവസങ്ങളിൽ പാർട്ടിയിലെ പ്രശ്നങ്ങളൊക്കെ വല്ലാതെ കോൺഗ്രസിനെ ബാധിച്ചിരുന്നത് മുഖ്യമന്ത്രി തർക്കത്തെ തുടർന്നായാലും അതല്ല KPCC രാഷ്ട്രീയകാര്യ സമിതി യോഗം ഏറ്റവും അവസാന നിമിഷം മാറ്റുന്നതായാലും ഒക്കെ ഈ ഐക്യവുമായി ബന്ധപ്പെട്ട് അത്ര ശുഭകരമായ വാർത്തകളായിരുന്നില്ല കോൺഗ്രസിൽ നിന്ന് പുറത്തു വന്നത്. അത് പാർട്ടിയെ ആകെ ബാധിക്കും എന്നുള്ളതാണ് പൊതുവികാരം വന്നത്. ഈ ചർച്ച ആദ്യം തുടങ്ങുന്നത് രമേശ് ചെന്നിത്തലയാണ്. തെരഞ്ഞെടുപ്പിനെ ഒറ്റക്കെട്ടായി നേരിടണം, തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഒറ്റ മനസ്സോടെ നേരിടണം എന്നായിരുന്നു രമേശ് ചെന്നിത്തല അഭിപ്രായം ഉന്നയിച്ചത്. അതിനുശേഷം സംസാരിച്ച എല്ലാവരും പാർട്ടിയിലെ ഐക്യത്തെക്കുറിച്ചായിരുന്നു വല്ലാതെ സംസാരിച്ചത്. മാത്രമല്ല, ഐക്യം വേണമെന്ന് മാത്രമല്ല, അത് സമഗ്രതല സ്പർശിയായ ഒരു ഐക്യം തന്നെ വേണം. അതെല്ലാവരും അറിയണം, എല്ലാ മേഖലയിലും പാർട്ടി ഒറ്റക്കെട്ടാണെന്ന് അറിയണം എന്നുള്ളതാണ്. മാത്രമല്ല, പറഞ്ഞാൽ തീരാത്ത പ്രശ്നങ്ങളൊന്നുമില്ല എന്നായിരുന്നു KC വേണുഗോപാൽ നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. മാത്രമല്ല, രാഷ്ട്രീയകാര്യ സമിതി അതിൻ്റെ ഗൗരവത്തോടുകൂടി കാണണം. ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും യോഗം ചേരണമെന്നായിരുന്നു ബെന്നി ബെഹന്നാന്റെ അഭിപ്രായം. നിലവിൽ ഇന്ന് രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേർന്നത് തന്നെ ഏറെക്കുറെ 1 വർഷത്തിനടുത്ത സമയത്തിന് ശേഷമാണ് ചേർന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഓരോ മാസവും രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേരണമെന്നൊരു നിർദ്ദേശമായിരുന്നു ബെന്നി ബെഹന്നാൻ മുന്നോട്ട് വെച്ചത്. PJ കുര്യൻ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ചൊല്ലി തർക്കം ഉണ്ടാവരുത് എന്നുള്ളതാണ് പറഞ്ഞത്. അത് സമൂഹത്തിന് നൽകുക തെറ്റായ സന്ദേശം എന്നുള്ളതായിരുന്നു PJ കുര്യൻ ആ നിലയിൽ പറഞ്ഞത്. T സിദ്ദീഖ് ആവട്ടെ മൂന്നാമതും പ്രതിപക്ഷത്തിരിക്കാനാവില്ല എന്നായിരുന്നു പറഞ്ഞത്. അങ്ങനെ കാര്യമായ പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്ത് നമ്മൾ നേരത്തെ സംസാരിച്ചതും സൂചിപ്പിച്ചതും പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടായിരുന്നു പോയത്. മാത്രമല്ല, ഐക്യം വെളിവാക്കാനായി ഏതായാലും അത്തരത്തിൽ അഭിപ്രായങ്ങൾ, അത്തരത്തിൽ ചർച്ചകളൊക്കെ KPCC രാഷ്ട്രീയകാര്യ സമിതിയിൽ സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത്. പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ വരുന്നുണ്ട്. കൊച്ചിയിൽ നിന്ന് ചേന്നമംഗലം കൂട്ടക്കൊലപാതക കേസിലെ പ്രതി ഋതു ജയന്റെ വീട് നാട്ടുകാർ തല്ലി തകർത്തു എന്ന വാർത്ത ഇപ്പോൾ വരുന്നുണ്ട്. പോലീസ് സ്ഥലത്തെത്തി നാട്ടുകാരെ മാറ്റുകയായിരുന്നു. സ്ഥലത്ത് കനത്ത പോലീസ് സുരക്ഷയാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്ന് അഭിനന്ദ് അറിയിക്കുന്നുണ്ട്. അല്പസമയത്തിനകം നമ്മൾ ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് എത്തും. പ്രതിയായ ഋതു ജയന്റെ വീടാണ് ഇപ്പോൾ നാട്ടുകാർ തല്ലി തകർത്തിരിക്കുന്നത്. ചേന്നമംഗലത്തെ കൂട്ടക്കൊലപാതക കേസിലെ പ്രതിയാണ് ഋതു ജയൻ. 3 മാസക്കാലം നീണ്ടുനിന്ന ശാന്തിഗിരി ഫെസ്റ്റ് ഇന്ന് സമാപിക്കും. സമാപനത്തിന് കലാശക്കൊട്ടൊരുക്കി കൊച്ചിൻ റോക്ക് സ്റ്റാർസിന്റെ സംഗീതരാവ് ശാന്തിഗിരിയിൽ തുടരുകയാണ്. സമാപനത്തോടനുബന്ധിച്ച് പ്രദർശന വിപണന സ്റ്റാളുകളിലെ ഉൽപ്പന്നങ്ങൾക്കും മെഗാ ഫ്ലവർ ഷോയിലെ ചെടികൾക്കും വൻ വിലക്കുറവാണ്. MG പ്രതീഷ് ഇപ്പോൾ തത്സമയം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. പ്രതീഷ്, അങ്ങനെ ഫെസ്റ്റിന് സമാപനമാവുകയാണല്ലോ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ, തീർച്ചയായും ഏകദേശം 3 മാസത്തോളം നീണ്ട ആഘോഷ രാവിന് ഇന്ന് പരിസമാപ്തി ഉണ്ടാവുകയാണ്. ജനങ്ങൾ അത്രത്തോളം നെഞ്ചേറ്റിയ ഒരു ഫെസ്റ്റ് ആയിരുന്നു ശാന്തിഗിരി ഫെസ്റ്റ്. കാരണം അത്രത്തോളം ജനപങ്കാളിത്തം കൊണ്ട് തന്നെ വളരെ ശ്രദ്ധേയമായിരുന്നു. ഇന്ന് അവസാന ദിവസമായതുകൊണ്ട് തന്നെ വലിയ ഒരു ജനത്തിരക്ക് ശാന്തിഗിരി ആശ്രമത്തിൽ അനുഭവപ്പെടുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഫെസ്റ്റിന്റെ ആകർഷണം ഇവിടുത്തെ ഫ്ലവർ ഷോ ആയിരുന്നു. കാരണം ആയിരക്കണക്കിന് വ്യത്യസ്തമായ ഈ പൂക്കൾ, ഒപ്പം പൂക്കളുടെ ശേഖരമടക്കം ഈ ഫെസ്റ്റിന്റെ പ്രധാനപ്പെട്ട ആകർഷണമായിരുന്നു. ഒപ്പം ഈ പലതരത്തിലുള്ള അമ്യൂസ്മെന്റ് പാർക്കുകൾ, ഒപ്പം ഈ ഗോസ്റ്റ് ഹൗസ്, സ്നോ വേൾഡ് തുടങ്ങി നക്ഷത്രവനം തുടങ്ങി കൗതുകമുള്ള പല കാഴ്ചകളും ഈ ഇവിടെ എത്തുന്ന ആസ്വാദകർക്ക് അത്രത്തോളം ആനന്ദകരമാക്കുന്നതായിരുന്നു. അത്തരത്തിൽ വലിയൊരു ജനകീയ പങ്കാളിത്തം ഈ ഫെസ്റ്റിനെ കൂടുതൽ ആവേശത്തിലാക്കിയിരുന്നു, അത്രത്തോളം വിജയകരമാക്കിയിരുന്നു. ഫ്ലവേഴ്സിന്റെ കൂടി പങ്കാളിത്തത്തോടു കൂടി നടന്ന ഫെസ്റ്റിൽ കലാ സാംസ്കാരിക പരിപാടികൾ ഒന്നടങ്കം ഉണ്ടായിരുന്നു. വലിയ ഒരു സ്വീകാര്യത ഈ ഫെസ്റ്റുമായി ബന്ധപ്പെട്ട് നടന്ന സ്റ്റേജ് പ്രോഗ്രാമിൽ അടക്കം നടന്നിട്ടുണ്ട്. എന്തായാലും ഈ ശാന്തിഗിരി ആശ്രമത്തിന്റെ ജനറൽ സെക്രട്ടറി ഇപ്പോൾ ഗുരുരത്നം ജ്ഞാനതപസ്യ 24-നോടൊപ്പം ചേരുകയാണ്. ഏകദേശം 3 മാസത്തോളം നീണ്ട ഒരു ആഘോഷ രാവിന് ഇന്ന് സമാപനമാവുകയാണ്. എങ്ങനെ കാണുന്നു? തീർച്ചയായിട്ടും നമ്മുടെ ഈ ദൃശ്യവിരുന്ന് ജനങ്ങളുടെ ഹൃദയത്തിൽ കയ്യൊപ്പ് ചാർത്തിയ ഒരു വലിയ സംഭവം തന്നെയായിരുന്നു നമ്മുടെ ഈ ശാന്തിഗിരി ഫെസ്റ്റ്. അത് പെട്ടെന്ന് തീരുന്നല്ലോ എന്നുള്ള ഒരു വിഷമമാണ് നമ്മളെ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഉള്ളത്. കേരളത്തിലുടനീളമുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഏതാണ്ട് 3.5 ലക്ഷത്തോളം ആളുകൾ ഈ ദിവസങ്ങളിൽ ഇവിടെ എത്തിച്ചേർന്നു എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ആ ഒരു വലിപ്പത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. കലാ, സാംസ്കാരിക, സാമൂഹിക വിഷയങ്ങളും അതുപോലെ
അതുപോലെയുള്ള കാഴ്ചകളുമൊക്കെയാണ്, പ്രത്യേകിച്ച് ഫ്ലവർ ഷോ, രണ്ടാം ഘട്ടത്തിൽ ഫ്ലവർ ഷോയൊക്കെയാണ് ഇതിനെ കൂടുതൽ മിഴിവേകിയത്. സമൂഹത്തിൻ്റെ നാനാ തുറകളിലുള്ള ഒട്ടനവധി ആളുകൾ ഇവിടെ എത്തിച്ചേർന്നു. ശാന്തിഗിരി ആശ്രമം എന്ന് പറയുന്ന ഒരു മതേതരത്വത്തിൻ്റെ കേന്ദ്രമാണ്, മതസൗഹാർദ്ദത്തിൻ്റെ കേന്ദ്രമാണ്, മാനവികതയുടെ കേന്ദ്രമാണ്. എല്ലാ ജാതി മതസ്ഥരായിട്ടുള്ള ആളുകൾക്കും ഒരു ആചാരമോ അല്ലെങ്കിൽ അനുഷ്ഠാനമോ അതിൻ്റെ ഒന്നും വേലിക്കെട്ടുകളൊന്നും ഇല്ലാതെ എല്ലാവർക്കും ഒരുപോലെ കടന്നു വരുവാൻ സാധിക്കുന്ന, വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ സന്ദർശനത്തിൻ്റെ ഭാഗമായിട്ടോ സ്നേഹത്തിൻ്റെ ഭാഗമായിട്ടോ ആശയത്തിൻ്റെ ഭാഗമായിട്ടോ ഒക്കെ കടന്നു വരുവാൻ കഴിയുന്ന ഒരു സ്ഥലമായിട്ടാണ് പ്രധാനമായിട്ടും ഇവിടെ മാറിയിരിക്കുന്നത്. നമുക്കറിയാം, ഈ വൈകിയ വേളയിലും അന്യമതസ്ഥരായിട്ടുള്ള ആളുകളെയും മുസ്ലിം സ്ത്രീകളായിട്ടുള്ള ആളുകളെയും ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ആളുകളെയും ഹിന്ദുക്കളായിട്ടുള്ള ആളുകളെയും എല്ലാവരെയും നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. ഇവരെ ഒരുമിച്ച് കൂട്ടിയ ആ ഒരു വലിയ ഒരു സന്തോഷമാണ് ഈ അവസരത്തിൽ നമുക്ക് എല്ലാവർക്കും പങ്കുവെക്കുന്നത്. തീർച്ചയായും സ്വാമി പറഞ്ഞതുപോലെ ഒരു ഒരുമയുടെ ആഘോഷത്തിന് കൂടിയാണ് ഇവിടെ പരിസമാപ്തിയാകുന്നത്. എന്തായാലും ഈ അവസാന ദിവസം വലിയ ജനപങ്കാളിത്തം തന്നെയാണ് ശാന്തിഗിരിയിൽ അനുഭവപ്പെടുന്നത്. ശരി പ്രതീഷ്, MG പ്രതീഷാണ് വിശദാംശങ്ങൾ നൽകിയത്. നേരത്തെ സൂചിപ്പിച്ച പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. ചേന്ദമംഗലം കൂട്ടക്കൊലപാതക കേസിലെ പ്രതി ഋതു ജയന്റെ വീട് നാട്ടുകാർ തല്ലിത്തകർത്തു. പോലീസാണ് എത്തി നാട്ടുകാരെ ഇപ്പോൾ മാറ്റിയത്. സ്ഥലത്ത് പോലീസിന്റെ കനത്ത സുരക്ഷയാണ്. YS അഭിനന്ദുണ്ട് വിവരങ്ങളുമായി. അഭിനന്ദ്, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, ഇന്ന് രാത്രിയോടുകൂടിയാണ് നാട്ടുകാർ ഋതു ജയന്റെ വീട്ടിലേക്ക് എത്തിയത്. പറവൂർ ചേന്ദമംഗലത്തെ കൂട്ടക്കൊലപാതകത്തിലെ പ്രതിയാണ് ഋതു ജയൻ. നാളെ കസ്റ്റഡി അപേക്ഷയ്ക്ക് വേണ്ടിയിട്ട് പോലീസ് ഇപ്പോൾ കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. കോടതിയെ സമീപിച്ച് ഉൾപ്പെടെ ഈ തെളിവുകൾ ഉൾപ്പെടെ ഹാജരാക്കി തെളിവെടുപ്പിന് വേണ്ടിയിട്ട് ഈ സ്ഥലത്ത് എത്തിക്കുന്ന ഈ സാഹചര്യത്തിലാണ് നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് വലിയൊരു പ്രതിഷേധം ഇതിനോടകം തന്നെ പോലീസ് മുൻകൂട്ടി കരുതിയിരുന്നു. പോലീസ് അവിടെ കനത്ത സുരക്ഷയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് വൈകുന്നേരത്തോടുകൂടി നാട്ടുകാർ അവിടെ പ്രതിഷേധവുമായി എത്തിയത്. പ്രതിഷേധത്തിൽ അവിടെ ഈ വീട് മുഴുവനായും അടിച്ചു തകർക്കുന്ന സാഹചര്യമുണ്ട്. ഉടൻ തന്നെ പറവൂർ പോലീസ് സ്ഥലത്തെത്തി നാട്ടുകാരെ അവിടെ നിന്ന് മാറ്റുകയായിരുന്നു. ഇപ്പോഴും അവിടെ ഒരു സംഘർഷാവസ്ഥ തന്നെയാണ് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന്റെ ദൃശ്യങ്ങളടക്കം നമുക്കിപ്പോൾ നൽകുവാൻ സാധിക്കും. എന്തായാലും പോലീസിന്റെ ഒരു കനത്ത സുരക്ഷ ഇപ്പോൾ സ്ഥലത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ കസ്റ്റഡി അപേക്ഷ നാളെ പറവൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പരിഗണിക്കാനിരിക്കുകയാണ്. നാളെ പോലീസിന്റെ കസ്റ്റഡിയിലേക്ക് ഋതുവിനെ ആവശ്യപ്പെട്ട തെളിവെടുപ്പടക്കം ഈ പറവൂരിലെ ചേന്ദമംഗലത്തെ വീട്ടിലെത്തിച്ച് നടത്താനിരിക്കുകയാണ്. ഇത്തരത്തിലേക്ക് പ്രതിഷേധവുമായി എത്തുകയും വീട് തല്ലി തകർക്കുന്ന സാഹചര്യവും ഉണ്ടായത്. ഇന്ന് രാത്രിയോട് കൂടിയാണ് നാട്ടുകാർ അവിടെ എത്തിയത്. പോലീസ് ഇപ്പോഴും അവിടെ കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. YS അഭിനന്ദാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ശ്രീഗോകുലം ചിറ്റ്സിനെതിരെ മലപ്പുറം അലനല്ലൂർ സ്വദേശി കളത്തിൽ ബഷീറും ഭാര്യ ഷീജ NPയും നൽകിയ പരാതി വസ്തുതകൾ മറച്ചുവെച്ചാണെന്ന് ചെയർമാൻ ഗോകുലം ഗോപാലൻ. ഇക്കാര്യത്തിൽ വ്യാജവാർത്ത പ്രചരിപ്പിക്കുകയാണ് ബഷീർ. ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഗോകുലം ഗോപാലൻ അറിയിച്ചു. കളത്തിൽ ബഷീറും ഭാര്യ NP ഷീജയും ശ്രീഗോകുലം ചിറ്റ്സിനെ കബളിപ്പിച്ചതിന് കോടതി ശിക്ഷിച്ചവരാണ്. പെരിന്തൽമണ്ണ ബ്രാഞ്ചിലെ 4 ചിട്ടിയിൽ ചേർന്ന് 1,85 ലക്ഷം രൂപ വിളിച്ചെടുത്ത് ചിട്ടിപ്പണം തിരിച്ചടയ്ക്കാതെ കമ്പനിയെ പറ്റിക്കുകയായിരുന്നു. ഈ കേസിൽ ശ്രീഗോകുലം ചിറ്റ്സിന് അനുകൂലമായ വിധി ചെന്നൈ ചിട്ടി ആർബിട്രേഷൻ കോടതി പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇതിനെതിരെ പ്രതികൾ അപ്പീൽ നൽകിയിരുന്നില്ല. ഇതിനു പുറമെ പെരിന്തൽമണ്ണ മജിസ്ട്രേറ്റ് കോടതി 3 ചെക്ക് കേസുകളിലും പ്രതികൾക്കെതിരെ ശിക്ഷ വിധിച്ചിട്ടുണ്ട്. ഇക്കാര്യങ്ങൾ മറച്ചുവെച്ചാണ് കളത്തിൽ ബഷീർ, ഭാര്യ ഷീജ NP എന്നിവരുടെ നിലവിലെ നീക്കം. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച ഇരുവർക്കുമെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് ശ്രീഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ ഗോകുലം ഗോപാലൻ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. 24 മലപ്പുറം. പ്രൈം ടൈമിൽ ഇനി വാൽകഷ്ണം. കൂത്താട്ടുകുളത്തെ കൗൺസിലറെ പരസ്യമായി തട്ടിക്കൊണ്ടുപോയിട്ട് വിചിത്രവാദങ്ങൾ നിരത്തിയ CPIM ജില്ലാ നേതൃത്വം ന്യായീകരിക്കുകയാണ്. അവിശ്വാസ പ്രമേയം പാസ്സാകാതിരിക്കാൻ ഇനി ആരെയൊക്കെ തട്ടിക്കൊണ്ടുപോകും, എന്തൊക്കെ വാദങ്ങൾ നിരത്തും. കാണാം അഫ്സൽ തയ്യാറാക്കിയ വാൽകഷ്ണം. സ്വർണം പൊട്ടിക്കുക എന്നൊക്കെ കേട്ടിട്ടില്ലേ? എന്ന പോലെ ഇന്നലെ നേരം വെളുത്തപ്പോൾ കൂത്താട്ടുകുളത്ത് വോട്ട് പൊട്ടിക്കൽ പദ്ധതി നടപ്പിലാക്കി. നമ്മളന്ന് രാവിലെ ഉണ്ടായ സംഭവം എന്ന് വെച്ചാൽ, രാവിലെ കൂത്താട്ടുകുളം നഗരസഭയ്ക്ക് മുമ്പിൽ ഒരു വണ്ടി വന്നു. വണ്ടി ഓടിച്ചത് ആരാന്നാവല്ലേ? SFI ഗുണ്ടാ നേതാവാണ് ആ കാറ് ഓടിച്ചത്. കുറുവാ സംഘം ഇരുട്ടത്താണ് പൈസയും സ്വർണ്ണമൊക്കെ അടിച്ചുകൊണ്ട് പോകല്. എന്നാൽ നാട്ടുകാരും പോലീസുകാരും പാർട്ടിക്കാരും എല്ലാവരും നോക്കി നിൽക്കുന്നതിൻ്റെ ഇടയിൽ ഒരു കൗൺസിലറെ വണ്ടിക്ക് വലിച്ചിട്ട് കൊണ്ടുപോയി കൂത്താട്ടുകുളം സംഘം. അവരോട് വന്നിറങ്ങിയ വാഹനത്തിൽ വന്നിറങ്ങിയ അവര് 150-150ഓളം വരുന്ന CPM പ്രവർത്തകരും നേതാക്കന്മാരും ആക്രോശിച്ചുകൊണ്ട് കൊല്ലടാ എന്നും വലിച്ചു കയറ്റടാ എന്നും പറഞ്ഞ് കാലത്ത് പഴച്ചു പോകണമെങ്കിൽ ഇത്ര നമ്പർ കൈ വേണം, അടിച്ചടിച്ച് നിൽക്കണ്ടേ സാർ. കയ്യൂരും കരിവള്ളൂരും വയലാറിലും ഒന്നും പങ്കെടുക്കാത്തോല് കൂത്താട്ടുകുളം മോഡല്
തട്ടിക്കൊണ്ടുപോലെ നടത്തിങ്ങാണ്ട് വിപ്ലവം ഉണ്ടാക്കി. ഒരു ഡിവൈഎഫ്ഐയുടെ സഖാവ് വണ്ടിയിലേക്ക് ഉന്തി കയറ്റി. അമ്മ ക്ഷമിക്കണം, ഇത് പേഷ്യന്റ് വിഷയമല്ല, കിഡ്നാപ്പിംഗ് ആണ്. കാല് ഡോറിന്റെ ഇടയിൽ വെച്ച് അവർ അടച്ചപ്പോ ഞാൻ പറഞ്ഞു എന്റെ കാല് എന്നെ ഡോർ. കാറിന്റെ ഡോറിന്റെ ഇടയിലെങ്ങാനും കാല് കുടുങ്ങിയാല് നവകേരള മോഡലില് രക്ഷാപ്രവർത്തനം സഖാക്കൾ നടത്തി തരും. കാലവിടെ ചെന്നിട്ട് വെട്ടി തരാടി എന്ന് പറഞ്ഞു എന്നോട്. കാല് വെട്ടിങ്ങോട്ട് മാറ്റിയിട്ട് നമ്മൾ അവിടുന്ന് രക്ഷപ്പെടുത്തി തരും. ഞങ്ങൾ ആരെയും തട്ടിക്കൊണ്ടും പോയിട്ടില്ല, എടുത്തോണ്ടും പോയിട്ടില്ല. നല്ല ക്യാപ്സൂളാണ്. ചെവി മാത്രല്ലല്ലോ നാട്ടുകാർക്കുള്ളത്, കണ്ണുണ്ടല്ലോ. കേരളത്തിലെ പൊതുസമൂഹം മുഴുവൻ കണ്ടതല്ലേ? പൊതുസമൂഹം കണ്ടിട്ടൊന്നും കാര്യമില്ല. പാർട്ടി സൂക്ഷ്മദർശിനി വെച്ച് നോക്കിയിട്ടും തട്ടിക്കൊണ്ടുപോലെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. CPM ചിഹ്നം അനുവദിച്ച് CPMന്റെ പേരിൽ നിന്ന് മത്സരിച്ച് ജയിച്ച ഒരാളെ CPMന്റെ ചെയർപേഴ്സണെതിരായിട്ട് അവിശ്വാസം കൊടുത്തു കഴിഞ്ഞാൽ CPM തട്ടിക്കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ജാനകി മിസ്സായെങ്കിൽ നീ തന്നെയാണ് അതിന്റെ പുറകിൽ. അല്ല കൗൺസിലറെ, നിങ്ങളെ തട്ടിക്കൊണ്ടുപോയ സമയത്ത് നിങ്ങൾ മുമ്പ് കണ്ട ഏതെങ്കിലും കെട്ടിടോ അതല്ലെങ്കിൽ എന്തെങ്കിലും അടയാളോ അങ്ങനെ എന്തെങ്കിലും ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ? നമ്മൾ ഏരിയ കമ്മിറ്റി ഓഫീസിലേക്കാണ് കൊണ്ടുപോയത്. ഗൗണ്ടറുടെ സ്ഥലം സേഫാണെന്ന് അറിയാം, വല്ല മണവും കിട്ടിയ ഇവന്മാർ തപ്പിയങ്ങ് ചെല്ലും. അപ്പൊ ഏരിയ കമ്മിറ്റിക്കാർക്ക് ഈ ബിൽഡിംഗ് അറിയാലോ അല്ലേ? ഞങ്ങൾ ആരെയും തട്ടിക്കൊണ്ടും പോയിട്ടില്ല, എടുത്തോണ്ടും പോയിട്ടില്ല. കൗൺസിലറെ, ഈ കൊണ്ടുപോയ സംഘത്തിലെ ആരുടെങ്കിലും ഒരു സൗണ്ട് നിങ്ങൾ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കി. ലോക്കൽ സെക്രട്ടറി ഒക്കെ ആക്രോശിക്കുന്ന എനിക്ക് കേൾക്കാം. അതേപോലെ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ സ്ഥിരമായിട്ടുള്ള ഒരു മാസ് ഡയലോഗ് അതാരെങ്കിലും വണ്ടിന്ന് പറഞ്ഞിരുന്നോ? അവളെ കൊന്നുകളയടാ. അപ്പൊ കൗൺസിലറുടെ മൊഴി വ്യക്തമാണ്, തെളിവെല്ലാതും നിരത്തി. ഇതാണോ CPM സ്വീകരിക്കേണ്ടിയിരുന്ന മാർഗം? മാർഗമല്ല, ലക്ഷ്യമാണ് കാര്യമെന്ന്. അതാണ് മുനിസിപ്പാലിറ്റിയുടെ ഭരണം നിലനിർത്താൻ വേണ്ടി എന്തൊക്കെ തരം പൊട്ടിക്കലാണ് പാർട്ടി പ്ലാൻ ചെയ്യുന്നത് എന്ന് കാത്തിരുന്ന് കാണാം.